another vlog. അപ്പോൾ ദാ ഗായ്സ് ബാക്ക് ടു മിനി ട്രക്ക് ലൈഫ് വ്ളോഗ്. അപ്പോൾ നമ്മളിത് ഇന്ന് ആദ്യത്തെ ലോഡ് ഈക്കാട്ടുത്താങ്കളിൽ നിന്ന് അമ്പത്തൂരിലേക്കാണ്. എക്സാക്റ്റ് അമ്പത്തൂരില്ല, മുഖപ്പേരിലേക്കാണ് ഫസ്റ്റത്തെ ലോഡ് ബുക്കായി ഡ്രോപ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ അതെടുത്ത് നമ്മളിത് ഇപ്പോൾ ആർക്കാട്ട് റോഡിലെത്തി. നമ്മൾ നെർക്കുണ്ട്രം വഴി മുഖപ്പേർ വഴി അമ്പത്തൂരിലേക്ക് കയറും. അപ്പോൾ അത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിരുകമ്പാക്കമാണ് ഇത്. അപ്പോൾ ഇതേ നമ്മൾ വിരുകമ്പാക്കം വഴി ഇനി നെർക്കുണ്ട്രം കയറും. അപ്പോൾ പൊങ്കൽ ലീവൊക്കെ കഴിഞ്ഞ് ബാക്ക് ടു ട്രക്ക് ലൈഫാണ്. പൊങ്കൽ ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ വളരെ വലിയൊരു, നമ്മുടെ നാട്ടിലെ ഓണം എന്ന് പറയുന്ന പോലെയൊക്കെ വളരെ ബിഗ് ഫെസ്റ്റിവലാണ്. 4-5 ദിവസം ഗവൺമെൻറ് ഹോളിഡേ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് നിയർ ബൈ മുഖപ്പേരെത്തി. അപ്പോൾ ഇത് നിയർ ബൈ മുഖപ്പേരൊക്കെ കഴിഞ്ഞ് നമ്മളിത് അമ്പത്തൂർ അടുക്കാറായി. ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക് ഇനി ഒരു 4.5 കിലോമീറ്റർ കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് എടുക്കണം. ഈ വരുന്ന റൈറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. കാലാവസ്ഥ ഭയങ്കര ചേഞ്ച് ആയിട്ടുണ്ട്. നോർമൽ ജനുവരി 15 ഒക്കെ കഴിഞ്ഞ് അവിടെ വെയിൽ സ്റ്റാർട്ട് ആവേണ്ടതാണ്. ഇന്ന് എന്താണെന്നറിയില്ല, ഭയങ്കര ക്ലൗഡിയാണ്. അപ്പോൾ നമ്മൾ ആ ലോഡ് അവിടെ ഇറക്കി നമ്മളിപ്പോൾ വേറെ ലോഡ് കയറ്റി നമ്മൾ അയ്യമ്പാക്കം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്പത്തൂരിൽ നിന്ന്. ഇതൊക്കെ അമ്പത്തൂർ ഏരിയ ആണ്. അപ്പോൾ ലോഡ് കയറ്റി നമ്മൾ ഇവിടെ നിന്ന് ഒരു നിയർ ബൈ 4 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള ഇറക്കേണ്ട സ്ഥലം. ചെറിയ ലോഡാണ്. അപ്പുറത്ത് കാർ ഷോറൂംസാണ് 2 സൈഡിലും. കിയ, ബെൻസ് ഉണ്ട്. ഇതൊക്കെ അമ്പത്തൂർ ഏരിയ ആണ്. അപ്പം നേരെ കാണുന്ന ബ്രിഡ്ജ് വന്ന് മധുരവായിൽ ബൈപ്പാസാണ്. അപ്പം നമ്മൾ ഏതാണ്ട് ഇറക്കേണ്ട സ്ഥലത്തേക്ക് നിയർ ബൈ എത്തി. അപ്പോൾ നമ്മൾ ഇതാ ഇവിടെയാണ് ലോഡ് ഇറക്കി. അപ്പോൾ അടുത്ത ലോഡ് കയറ്റി ഗൈസ്. നമ്മൾ അടുത്ത ലോഡ് കയറ്റി നമ്മൾ തിരുമുടിവാക്കം കുണ്ട്രത്തൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുണ്ട്രത്തൂറും തിരുമുടിവാക്കത്തിൻ്റെയും നടുക്കിലായിട്ട് വരും ഇത്. ഇപ്പോൾ ലോഡ് എന്ന് പറയുന്നത് എന്തോ കമ്പനിയുടെ എന്തോ മെറ്റീരിയലാണ് കയറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പം നമ്മളിത് ചെന്നൈ ബാംഗ്ലൂർ ബൈപ്പാസിൽ വന്ന് കയറി. ഇവിടെ നിന്ന് നമ്മൾ പാരിവാക്കം കഴിഞ്ഞ് ലെഫ്റ്റ് എടുത്ത് ഔട്ടർ റിംഗ് റോഡിൻ്റെ സൈഡിൽ കൂടെ. അപ്പോൾ ഇത് പൂന്തമല്ലി എന്ന് പറഞ്ഞ സ്ഥലമാണ്. വാസൻ ഐക്കാരാണ് അത്. അരവിന്ദ് ഐ ഹോസ്പിറ്റൽ, വാസൻ അല്ല, അരവിന്ദ് ഐ ഹോസ്പിറ്റൽ. ഇത് കുമരൻചാവടി. അപ്പോൾ ഇതേ നമ്മൾ അടുത്ത് പാരിവാക്കം കഴിഞ്ഞ് നമ്മളിത് ഔട്ടർ റിംഗ് റോഡിൻ്റെ അവിടേക്ക് വന്നു. ഇത് സർവീസ് റോഡാണ്. ഇതുകൊണ്ട് എന്ത് വലിയ ലോഡാണ്. അപ്പോൾ നമ്മുടെ ഇറക്കേണ്ട സ്ഥലത്തേക്ക് ഇനി ഒരു 5.5 കിലോമീറ്റർ കൂടി ഉണ്ട് ഇവിടെ നിന്ന്. ആ വണ്ടിയുടെ ലോഡ് ചെരിഞ്ഞു കേട്ടോ, കാണാണ്ടോ നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ബൈപ്പാസിൽ കയറി. ബൈപ്പാസിൽ നിന്ന് നമുക്ക് സർവീസ് റോഡ് എടുത്തു. ഇനിയിപ്പോൾ ഇവിടുത്തെ ലെഫ്റ്റ് കയറണം നമുക്ക്. അപ്പോൾ ഇത് ഇവിടെ ലോഡൊക്കെ ഇറക്കി അടുത്ത ലോഡ് കയറ്റി നമ്മൾ വിലുപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോർമലി മലയാളികൾ വില്ലുപുരം എന്നാണ് പറയുന്നത്, ബട്ട് അത് പ്രോപ്പർ പ്രൊനൗൺസിയേഷൻ അല്ല. ഇറ്റ്സ് കോൾഡ് വിഴുപ്പുറം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മളിവിടെ നിന്ന് ഉറകടം പോയി, ഉറകടത്തിൽ നിന്ന് നമ്മൾ ചെങ്കൽപ്പട്ട് കയറി, ചെങ്കൽപ്പട്ടിൽ നിന്ന് നമ്മൾ ദിണ്ടിവനം വിലുപ്പുറം പോകാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ 2-3 ബൈപ്പാസൊക്കെ ടോളൊക്കെ വരുന്നുണ്ട്. ആ ടോളൊക്കെ അവോയ്ഡ് ചെയ്യുന്ന കാരണമാണ് ഞാൻ ഈ ഉള്ളിൽ കൂടെ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ഏതാണ്ട് ചെങ്കൽപ്പട്ടി ഏരിയയിൽ വന്ന് കയറിയിട്ടുണ്ട്. ഇനി ഒരേ സ്ട്രെച്ചാണ്. 118 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ ഒരു പാലം വരും. വെള്ളം ഒക്കെ വറ്റിപ്പോയി.
അധികം ഞാൻ വോയിസ് കൊടുക്കാത്തത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ആ ഒരു സൗണ്ടും ഇതും കാര്യങ്ങളൊക്കെ ഒന്ന് റിയലായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളത് മേൽമറുവത്തൂരൊക്കെ കഴിഞ്ഞു, മേൽമറുവത്തൂർ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഗൈസ്, നമ്മൾ വിളുപ്പുറം ലോഡ് ഇറക്കേണ്ട സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ പാർട്ടീനെ വിളിച്ചപ്പോൾ ട്രഷറാണ്. അപ്പോൾ അവർ വേറൊരു ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട് ഇവിടെ അടുത്ത് തന്നെ. അപ്പോൾ ആ ട്രഷറിൽ പോയിട്ടാണ് നമുക്ക് ലോഡ് ഇറക്കേണ്ടത്. അപ്പോൾ ട്രഷറിൻ്റെ അവിടേക്ക് എത്തുമ്പോഴേക്കും സമയം ഏതാണ്ട് 7 മണിയൊക്കെ ആയി. അപ്പോൾ ഗൈസ്, നമ്മൾ ലോഡൊക്കെ ഇറക്കി നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ വരികയാണ്. പാർട്ടീനെ വിളിച്ചു, പേയ്മെൻറ്റ് റിസീവായി, സാധനം ഇറക്കി കൊടുത്തു. നമ്മൾ അവിടെ നിന്ന് ഇനിയിപ്പോൾ വീട്ടിലെത്തണമെന്നുണ്ടെങ്കിൽ 176 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ട്രഷർ ഈ റോഡ് തന്നെ കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു 3.5 കിലോമീറ്റർ ഉണ്ട്. പിന്നെ വേണം നമുക്ക് ബൈപ്പാസിൽ വന്ന് കയറാൻ. അപ്പോൾ ഇതാണ്ട് നമുക്ക് ബൈപ്പാസിലെത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ ബൈപ്പാസിൽ വന്ന് കയറി. ഇനി ഇവിടെ നിന്ന് ഒരു 140 കിലോമീറ്റർ ഒരേ സ്ട്രെച്ചിൽ പോകണം. അപ്പോൾ പോണ വഴിക്ക് എവിടെയെങ്കിലും ചായ കുടിക്കാൻ പറ്റുമെങ്കിൽ ചായ കുടിക്കും, എന്നിട്ട് റെസ്റ്റ് എടുത്തിട്ടേക്ക് പോവുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. I hope you guys are enjoying that today's vlog. See you on next vlog. Till then, bye bye.